അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീർ ദർസ് 21. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഅസ്വാജിനാ വലിദുർരിയ്യത്തിനാ വലിഅസാതീദിനാ വലിതലാമീദിനാ വലിസായിരി അയിമ്മത്തിദ്ദീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൻ നസ്ർ ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ വന്നാൽ, നസ്റുല്ലാഹി അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ, വൽ ഫത്ഹു വിജയവും വന്നാൽ, വറഅയ്ത നബിയെ അവിടത്തേക്ക് കാണാനും കഴിഞ്ഞാൽ, അന്നാസ ജനങ്ങളെ യദ്ഖുലൂന ഫീ ദീനില്ലാഹ് അള്ളാഹുവിൻ്റെ മതത്തിൽ പ്രവേശിക്കുന്നവരായി, അഫ്വാജ കൂട്ടം കൂട്ടമായി ജനങ്ങൾ അള്ളാഹുവിൻ്റെ മതത്തിൽ പ്രവേശിക്കുന്നവരായി അവിടത്തേക്ക് കാണാനും കഴിഞ്ഞാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക അവിടുത്തെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ അവിടുന്ന് വാഴ്ത്തുകയും ചെയ്യുക. വസ്തഗ്ഫിറുഹു അവനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ നിശ്ചയം അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഹിജ്റയുടെ 8-ാം വർഷമാണ് ചരിത്രപ്രസിദ്ധമായ മക്ക വിജയം സംഭവിക്കുന്നത്. അതിനു മുമ്പ് പല ആളുകളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവർക്ക് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനമായും അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നം. അതുപോലെ തന്നെ പല ആളുകളും അവരെ ഭയപ്പെടുത്തിയിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും മക്ക വിജയത്തോടുകൂടെ നീങ്ങി. നാനാഭാഗത്തു നിന്നും ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവേശിക്കാൻ തുടങ്ങി. അതാണ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു കയറുന്നതും അവിടത്തേക്ക് കാണാൻ കഴിഞ്ഞാൽ, ആ വലിയ അനുഗ്രഹത്തിന് നിമിത്തമായത് മക്കം ഫത്ഹാണ്, മക്ക വിജയമാണ്. അതാണ് വൽ ഫത്ഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ മക്ക വിജയത്തിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളുമാണ് നസ്റുല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ അവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഉറപ്പിച്ചു കൊള്ളുക നബിയെ, അവിടുത്തെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് നീങ്ങാനുള്ള സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ വലിയ യാത്രയ്ക്ക് വേണ്ടി അവിടുന്ന് തയ്യാറെടുക്കുക. അള്ളാഹുവിനെ കൂടുതൽ സ്തുതിക്കുകയും അള്ളാഹുവിനെ കൂടുതൽ വാഴ്ത്തുകയും അവനോട് കൂടുതൽ പാപമോചനത്തിന് ഇരക്കുകയും ചെയ്യുക. ഈ അധ്യായം ഇറക്കപ്പെട്ടതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദിമാർ വിവരിക്കുകയാണ്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുക്സിറു ഫീ ആഖിരി അംരിഹി അവിടുത്തെ വഫാത്തിനോട് അടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ചെയ്യുമായിരുന്നു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് ചൊല്ലുന്നത് അവിടുന്ന് വർദ്ധിപ്പിക്കുമായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ആഖിരി അംരിഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തിലേക്ക് അടുത്തപ്പോൾ ആയിരുന്നു ലാ യഖൂമു വലാ യഖഉദു അവിടുന്ന് ഇരിക്കുകയോ അവിടുന്ന് നിൽക്കുകയോ ചെയ്യുകയില്ല, വലാ യദ്ഹബു വലാ യജീഉ പോവുകയോ വരികയോ ചെയ്യുകയില്ല, ഇല്ല ഖാല പറഞ്ഞിട്ടല്ലാതെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിട്ടല്ലാതെ. അപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് അവിടുന്ന് പറയുമായിരുന്നു. ഫഖുൽതു അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ പ്രവാചകരെ, റഅയ്തുക അവിടത്തെ ഞാൻ കാണുന്നല്ലോ, തുക്സിറു മിൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുന്നതായി കാണുന്നല്ലോ, ലാ തദ്ഹബു വലാ തജീഉ വലാ തഖൂമു വലാ തഖഉദു അവിടുന്ന് നിൽക്കുകയോ ഇരിക്കുകയോ പോവുകയോ വരികയോ ചെയ്യുന്നില്ല, ഇല്ലാ ഖുൽത സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിട്ടല്ലാതെ
എന്താണ് അവിടുന്ന് ഇത്രയും കൂടുതൽ അത് ചൊല്ലാനുണ്ടായ കാരണം? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉമിർതു ബിഹാ, നിശ്ചയം ഞാൻ അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടത് എങ്കിലും നമുക്ക് വലിയ പാഠമുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാപമില്ല, പാപം ചിന്തിച്ചിട്ട് പോലുമില്ല. മുത്തുനബി തങ്ങൾ മാത്രമല്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടുള്ള മുഴുവൻ നബിമാരും പാപം ചിന്തിക്കുക പോലും ചെയ്യുകയില്ല എന്നാണ് ഒരു മുഅ്മിൻ വിശ്വസിക്കേണ്ടത്. എങ്കിലേ അവൻ്റെ വിശ്വാസം ക്ലിയറാവുകയുള്ളൂ. അവർ പാപം ചെയ്തവരാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്നു തന്നെ പുറത്തു പോകും. പിന്നെ എന്തിനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന് പറയുന്നത്? പൊറുക്കലിനെ ചോദിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചത്. അതിന് പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നിരിക്കൽ അവിടുത്തെ പദവി വർദ്ധിക്കാൻ വേണ്ടിയാണത്, അല്ലെങ്കിൽ ഉമ്മത്തികളുടെ പാപം പൊറുക്കാൻ വേണ്ടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിന് ഇരക്കുന്നത്. അതുമല്ലെങ്കിൽ ഈ സമുദായത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, നമുക്ക് പാഠം നൽകുവാൻ വേണ്ടിയാണ്. നാം എപ്പോഴും ഇസ്തിഗ്ഫാർ നടത്തുന്നവരാകണം. പ്രത്യേകിച്ച് നമുക്ക് വയസ്സ് കൂടുന്തോറും നമ്മൾ അത് വർദ്ധിപ്പിക്കണം. കാരണം മരണത്തിലേക്ക് നാം അടുക്കുന്തോറും ഇബാദത്തുകൾ കുറയുകയല്ല വേണ്ടത്, കൂടുതലാക്കുകയാണ് വേണ്ടത്. നാം ഒരിക്കലും മരിക്കുന്ന സമയത്ത് ഖേദിക്കുന്നവരാകാൻ പാടില്ല. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണവേളയിൽ നല്ല മനുഷ്യന്മാർ പോലും ഖേദിക്കും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നല്ല മനുഷ്യർ ഖേദിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, നല്ല മനുഷ്യർ, അവർക്ക് ചെറിയ തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ആ തെറ്റുകൾക്ക് വേണ്ടി അവർ പശ്ചാത്തപിച്ചിരുന്നുവെങ്കിൽ, അവർ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടിയിരുന്നുവെങ്കിൽ, ആ ചെറിയ തെറ്റുകൾ അവർക്ക് നന്മയായി കാണാൻ കഴിയുമായിരുന്നു. മരിക്കുന്ന സമയത്ത് ആ പാപത്തിന് വേണ്ടി ഞാൻ പശ്ചാത്തപിച്ചിരുന്നെങ്കിൽ, ഞാൻ അള്ളാഹുവിനോട് പാപമോചനത്തിന് ഇരുന്നിരുന്നുവെങ്കിൽ എന്നവൻ ഖേദിക്കും. അതുകൊണ്ട് ആ ഖേദം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ നാം കൂടുതൽ വയസ്സാകുമ്പോൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും അവനോട് കൂടുതൽ പശ്ചാത്താപത്തിന് വേണ്ടി തയ്യാറാവുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.